ഹബീബായ റസൂലിന്റെ മാർഗങ്ങളെ പിൻപറ്റുന്നവരെ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ജീവിക്കുന്ന പഴഞ്ചന്മാരാണെന്നും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണെന്നുമൊക്കെ പൊതുവേദികളിൽ പരിഹസിക്കുന്ന സമുദായത്തിനകത്തും പുറത്തുമുള്ള ആളുകളോട് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഈ വലിയ യാഥാർത്ഥ്യം? നമ്മുടെ മക്കള് ഒരു 15-ഓ 20-ഓ വയസ്സുള്ള കുട്ടികൾ നമുക്കുണ്ടെങ്കിൽ ആ കുട്ടികളോട് ചില കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ മക്കളോട് പറയും, മക്കളെ, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു സംസാരിച്ചത്, ഞങ്ങൾ മാതാപിതാക്കളോട് കയർക്കാറില്ല, ബാപ്പ ഇരിക്കുന്നിടത്ത് ഞങ്ങൾ ഇരിക്കാറില്ല, ഉമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല, ഉസ്താദുമാരുടെ മുഖത്തേക്ക് ഞങ്ങൾ ഒന്ന് തറപ്പിച്ച് നോക്കുക പോലും ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ചെറുപ്പത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ ആ മക്കൾ ചിരിച്ചുകൊണ്ട് പറയുന്നൊരു മറുപടി, അത് എൻ്റെ കുട്ടിയായാലും നിങ്ങളുടെ കുട്ടിയായാലും കാസർഗോഡായാലും കണ്ണൂരായാലും കോഴിക്കോടായാലും മലപ്പുറത്തോ തൃശ്ശൂരോ എറണാകുളത്തോ ആലപ്പുഴയോ എവിടെയാവട്ടെ, ആ മക്കളുടെ മറുപടി ഒരേ മറുപടിയാ. എന്താ അറിയോ? ബാപ്പ, ഉമ്മ, നിങ്ങൾ ജീവിച്ച കാലത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്നത് വേറെ ഒരു കാലത്താണ്, വ്യത്യസ്തമായ ഒരു കാലത്ത്. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്കത് ജീവിക്കാനാവുകയില്ല. ഞങ്ങളും നിങ്ങളും ജീവിക്കുന്നത് വ്യത്യസ്തമായ കാലഘട്ടത്തിലാണ്. നോക്കൂ നിങ്ങൾ, നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള അകലം എത്രയാണ്? ഞാനും എൻ്റെ വലിയ മകനും തമ്മിൽ 25 കൊല്ലത്തിൻ്റെ വ്യത്യാസമാണുള്ളത്. പക്ഷേ ആ 25 കൊല്ലത്തിൻ്റെ മുമ്പ് ഞാൻ ജീവിച്ച ജീവിതത്തിൻ്റെ വഴികൾ 25 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ മകൻ്റെ ജീവിതത്തിന് അപ്രായോഗികമാവുകയാകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്. 25 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ ഇത്ര വലുതാണെങ്കിൽ 1500 കൊല്ലം കൊണ്ട് ഈ ലോകത്തുണ്ടായ മാറ്റങ്ങൾ എത്ര വലിയ മാറ്റങ്ങളാവും. എന്നിട്ടും ആ 1500 കൊല്ലം മുമ്പ് ഈ ലോകത്തിന് ഹബീബായ റസൂൽ പഠിപ്പിച്ച നിയമങ്ങൾ ഇന്നും മാനവികതയുടെ അനിവാര്യതയാണ് എന്ന് മനുഷ്യന്മാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആഴ്ചകൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനൊരു ലേഖനം വായിച്ച് ആ ലേഖനത്തിന്റെ തലക്കെട്ട്, GCC രാജ്യങ്ങളിലെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും നടപ്പാക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം സമാധാനമുള്ള രാജ്യമാകും. അതിന്റെ തലക്കെട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് എഴുതിയത് ഒരു മുസ്ലിം ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലെ, അറബ് രാജ്യങ്ങളിലെ എന്തൊക്കെ എഴുതുമായിരുന്നു. GCC എന്ന് എഴുതിയത് കൊണ്ട് കൃത്യമായിട്ടും എനിക്കൊരു സംശയമുണ്ടായി. ഞാനത് എഴുതിയ ആള് അയാളുടെ പിന്നാലെ കൂടി പരിശോധിച്ചപ്പോൾ ഒരു മുസ്ലിം സഹോദരനാണ്. പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ വരിയും വാക്കുകളും ഹൃദയത്തിൽ സ്പർശിക്കുന്ന വരികളും വാക്കുകളുമാണ് അദ്ദേഹം പറഞ്ഞത്. ആ GCC രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും നടപ്പാക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ രാജ്യം എത്രയോ സമാധാനമുള്ള രാജ്യമാകും. നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന്റെ വധത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥമായ പ്രസ്താവനയായിരുന്നു. ഇന്ത്യയിൽ ഖലീഫ ഉമറിൻ്റെത് പോലത്തെ ഒരു ഭരണം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ചരിത്ര പുസ്തകങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1500 കൊല്ലം മുമ്പ് ഈ ലോകത്ത് പറഞ്ഞു വെച്ച കാര്യങ്ങൾ 1500 കൊല്ലത്തിന് ശേഷവും ഈ ലോകത്തിലെ മനുഷ്യരുടെ ജീവിതവുമായി ഇഴചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഒന്നാമത്തേത്, ആ നിയമം ദൈവികമാണ് എന്നതാണ്. ഒരു മനുഷ്യനുണ്ടാക്കുന്ന നിയമം, ഒരുപക്ഷെ നമ്മുടെ നൂറ്റാണ്ടു കണ്ട ഏറ്റവും ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ കാറൽ മാർക്സിന്റെയും ഫ്രെഡറിക് എംഗൽസിന്റെയും ഒക്കെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും. കാരണം അവരുണ്ടാക്കിയ ആശയങ്ങൾ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ആശയങ്ങളാണ്. പക്ഷേ ആ ആശയങ്ങൾക്ക് ഒരു പുരുഷായുസിന്റെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കാൻ കഴിയാതെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും ഒക്കെയായി ആ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ ബുദ്ധി കുറവ് കൊണ്ടോ അറിവ് കുറവ് കൊണ്ടോ അല്ല. ഏതൊരു മനുഷ്യനും ഒരു കാഴ്ചപ്പാട് നിശ്ചയിക്കുമ്പോൾ അവന്റെ കണ്ണെത്തുന്ന ദൂരത്തിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ അവന് സാധിക്കുകയില്ല. അവന്റെ അറിവിന്റെ കാഴ്ചയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവന് നിയമങ്ങളും ആശയങ്ങളും ഉണ്ടാക്കാനാവൂ. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുക എന്ന് അവന് തീർച്ചപ്പെടുത്താനാവുകയില്ല. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുക. 1500 കൊല്ലത്തിന്റെ മാറ്റങ്ങൾക്കും ആ മാറ്റങ്ങളെ അതിജയിക്കാനും ആ ഒരു മാറ്റത്തിനും ഈ നിയമങ്ങളെ മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ കഴിയാത്ത വിധം ഈ നിയമങ്ങൾ സർവകാലികമായി ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ആ നിയമത്തിന്റെ ഉപജ്ഞാതാവ്, ആ നിയമത്തിന്റെ നിർമ്മാതാവ് മനുഷ്യനല്ല, മനുഷ്യനപ്പുറം കാലാകാലങ്ങളിലെ ലോകത്തിന്റെ അവസാനം വരെ ഈ പ്രപഞ്ചത്തെ
സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സംരക്ഷകനായ പടച്ച റബ്ബിന്റെ നിയമങ്ങളാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് മാറ്റാതെ തിരുത്താതെ മാറ്റമില്ലാതെ ആ നിയമങ്ങൾക്ക് ഇപ്പോഴും ലോകത്തെ മനുഷ്യർക്ക് മുമ്പിലൂടെ നെഞ്ചു വിരിച്ചുകൊണ്ട് കടന്നു പോകാൻ സാധിക്കുന്നത് എന്നൊന്നാമതായി നമ്മൾ മനസ്സിലാക്കണം.